അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫസീലയുടെ അടുത്തേക്ക് അതാ നമ്മുടെ ഐഷുമ്മയും മക്കളും ഷമ്മാസും പുറപ്പെടുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഫസീലയുടെ വീട്ടിലേക്ക് അവർ കയറി ചെല്ലുകയാണ്. മോളെ, ആരാ നാവും വല്ലടിക്കണേ? ആരാ വഞ്ഞ് വല്ല പിരിവാരോ എന്തേ ആവോ? മോളെ. ഉമ്മ. ആ, ഞാൻ പോയിക്കോളാം. എന്നാൽ മോള് പോകണ്ട. അത് ഒരിക്കലും ഫസീലയെ ഒന്നിനും ഉമ്മ സമ്മതിച്ചിരുന്നില്ല. മറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ പുറമക്കാരൻ ഓളെ കാണണ്ട, അത് എല്ലാവരും ചോദിക്കുമ്പോൾ അവൾക്ക് വിഷമമെന്ന് കരുതിയിട്ട് ഉമ്മ തന്നെ പറഞ്ഞു, മോളെ ഞാൻ പോയിക്കോളാം. അല്ലാ പഠിച്ചവനെ. ഉമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. ആരാ മക്കളെ? ഇനിയിപ്പോൾ എന്തേ ചില്ലറ പൈസ കൊടുക്കുക. മോന് വെച്ചക്കണിന് അവിടെ കുറച്ച് പൈസ ഉണ്ടേന്, മുന്നേക്ക് വരുമ്പോൾ കൊടുക്കാഞ്ഞാലും ഇടങ്ങാറന്നല്ലേ. ആ പഠിച്ചോനെ, ആരത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ലാ. അതാ ഐഷുമ്മ ആ ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അല്ലാ, എൻ്റെ മക്കളെവിടെ? അല്ലാ, ഓ ഇരിക്കും മക്കളെ, പേര്. ഓ ഷാമോനെ, കേറ് മോനെ. അപ്പോഴേക്ക് ഉപ്പയും അങ്ങോട്ട് വന്നു. ആരടി? അതെ, പുത്തൻ വീട് തറവാട്ടുകാരാണ്. ആ, കേറി ഇരിക്കും മക്കളെ, പേര്. ഓ മോളെ ഫസീല, ഉമ്മ വിളിക്കുന്നു. മോളെ ഫസീല. ഉമ്മ. ആ, ആരുമ്മ? മോളെ ഇങ്ങോട്ട് നോക്കിക്കേ ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അതാ മോൻ ഓടിയെത്തുന്നു. അതെ, മക്കള് 3 പേരും സന്തോഷത്തോടു കൂടി നേരെ ഫസീലയുടെ അരികിലേക്ക്. അല്ലാ പഠിച്ചോനെ. അതാ ഐഷുമ്മ വന്നു ഫസീല കിടക്കുന്ന ആ റൂമിലേക്ക്. ഉമ്മ. ആ മോളെ ഫസീല, ഇരിക്ക് ഉമ്മ, ഇരിക്കുമ്മ. ഉമ്മ ഇരിക്കുക. അല്ല അല്ല മോളെ, നീ എവിടേക്ക് ഓടുന്നു? നീ ഓടുന്നും വേണ്ട. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. മക്കളിങ്ങനെ എന്നെ കാണുന്ന തിരക്കൂടായിരുന്നു. പിന്നെ 2 ദിവസം ഷമീറാൻ്റെ അടുത്ത് അവിടെ പോയി നിർത്തി. അങ്ങനെയൊക്കെ ആയിട്ടും അങ്ങനെ പോകുന്നുണ്ട്. ഉമ്മ, ബുദ്ധിമുട്ടായില്ല ഉമ്മ എല്ലാവർക്കും എൻ്റെ മക്കളെ കൊണ്ട്? അവൾ വിതുമ്പി കരഞ്ഞു. മോളെ, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മളെ മക്കൾ തന്നെയല്ലേ. ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, റാഹത്തല്ലേ? അത് ഉമ്മ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ, പഠിച്ചോ റാഹത്തിലാക്കട്ടെ. അവൾ കരയുകയായിരുന്നു. കരയേണ്ട മോളെ, കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരണമെന്ന് പഠിച്ചോ വിധിച്ചതേക്കും. സാരമില്ല, ഈ കാര്യമൊന്നും വേണ്ട. അത് ഫസീലയുടെ കണ്ണുനീർ ഉമ്മ തുടച്ചു കൊടുത്തു. ഇനി കരയല്ലേ മക്കളെ, ഇനി മക്കളെയും കൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതമാണ് തുടങ്ങുക. എന്നാൽ ഫസീല കരയുകയായിരുന്നു. ഉമ്മ, എന്നോട് പൊറുക്കണം ഉമ്മ. ഞാൻ എൻ്റെ പൊന്നാരൻ്റെ ഫസീല, എൻ്റെ കണ്ണീരുകൊണ്ട് പടച്ചൊഞ്ചി ചെയ്ത പാപങ്ങളൊക്കെ പുറത്തിട്ടുണ്ടാവും. പടച്ച റബ്ബിനോട് നീ പൊറുക്കലിനെ തേടിക്കോ, ഇന്നാലേ കാര്യമുള്ളൂ. മോളെ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവൾ ഉമ്മയുടെ കൈകൾ പിടിച്ച് കരയുകയായിരുന്നു. ഉമ്മ, ഞാൻ കുറേ ഇടങ്ങാറാക്കില്ല നിങ്ങളൊക്കെ. നിങ്ങളെന്നെ നവാസ്ഖാനേക്ക്. ഉമ്മ, എനിക്കൊരാഗ്രഹമുണ്ട്. മരിക്കണതിന് മുമ്പ് നവാസ്ഖാനോടൊന്ന് പറയണം, ഒക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് തരാൻ. ഞാൻ ശരിയാണ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്താണ് ഉമ്മ. നിങ്ങൾ നവാസ്ഖാനോട് പറയുമ്മ. അതെ ഉമ്മ, നിങ്ങളും എനിക്ക് പൊരുത്തപ്പെട്ട് തരി. ഞാൻ മരണം ആഗ്രഹിക്കുന്ന പെണ്ണാണ്. എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എന്നെ പഠിച്ചവൻ വിളിക്കുന്നുണ്ട്. ഉമ്മ, എനിക്ക് പറയാനുള്ളത്, മക്കളെ കാര്യം ആലോചിച്ചിട്ട് സങ്കടമുണ്ട്. മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല വേദനയും വിഷമമുണ്ട്. പക്ഷെ എന്നാൽ എൻ്റെ ഉമ്മ ഉണ്ടായതുകൊണ്ട്, അത് മകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്, സത്യമായിട്ടും. പിന്നെ ഉമ്മ, നവാസ്ഖാനോട് ഇനി നല്ല ജീവിതം നയിക്കാൻ പറയണം. എനിക്ക് പുറത്തു തരാനും പറയണം. അവൾ കരയുകയായിരുന്നു. പൊന്നു മോളെ, നവാസ്ഖാനോട് നല്ല ജീവിതം നയിക്കാൻ പറയണം അല്ലേ? ആ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. ഉമ്മ, എന്താ? മോളെ, ഞാൻ ഒരു കാര്യം പറയാം. അല്ല, എൻ്റെ മക്കൾക്ക് എത്ര വയസ്സാണ്? ചെറിയ മക്കളാണ്. 3 വയസ്സ് ഒന്നിനാവണുള്ളൂ, ഒന്നാണെങ്കിലോ 5 വയസ്സ്. അപ്പം ഈ 2 മക്കൾ ഒറ്റക്കാക്കി ഇജില്ലാതെ ഈ ലോകത്ത് ജീവിക്കണാണോ നല്ലത്, അതോ എൻ്റെ ഒപ്പം ജീവിക്കണാണോ നല്ലത്? ഉമ്മ,
എനിക്ക് ആഗ്രഹമൊക്കെ എൻ്റെ മക്കളൊപ്പം ജീവിക്കാൻ തന്നെ. പക്ഷെ ഉമ്മ എനിക്ക് തോന്നാണ് ഞാൻ ഏത് സമയം പെട്ടെന്ന് മരിച്ചു പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാലെങ്കിലും ഒന്ന് നവാസ്ഖാൻ്റെ കണ്ണുകൾ നിറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മ. നവാസ്ഖാൻ്റെ ആ കണ്ണുനീര് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു ഉമ്മ. അതെ, എനിക്ക് വേണ്ടി സങ്കടപ്പെട്ട് ഒന്ന് പഠിച്ചവനോട് കണ്ണുനീരോടെ നവാസ്ക്ക് ദുആ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൊന്നാരുമ്മ എനിക്ക് ഭാഗ്യം ലഭിക്കുമല്ലോ, ഞാൻ രക്ഷപ്പെടുമല്ലോ. ഉമ്മ പറയണം കേട്ടോ, എനിക്കെല്ലാം പുറത്തു തരാൻ. ഞാൻ ഇനി ഒന്നും ചെയ്യൂലമ്മ, ഞാൻ ഒരു തെറ്റും ഇനി ചെയ്യൂല. ഞാൻ ഇപ്പോൾ മരണത്തെ മാത്രം മുൻകണ്ട് നിൽക്കുകയാണ്. പൊന്നു മോളെ ഫസീല, മരണത്തെ മുൻകണ്ട് നിൽക്കണം, ശരിയാണ്. അതിപ്പോൾ ഇജ്ജായാലും ഞാനായാലും മരണം ചെരുപ്പിൻ്റെ വാറ് പോലെയല്ലല്ലേ. അതിപ്പോൾ അസുഖമായോലും മരിക്കും, അസുഖാകത്തോലും മരിക്കൂല. അങ്ങനല്ല, അങ്ങനെ ഒരിക്കലും അല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. എന്നാലും ആ ഉള്ള ആയുസ്സിൽ നമ്മൾ നല്ലത് ചെയ്യാന്നുള്ളതാണ്. അന്നെക്കൊണ്ട് ചെയ്യണ കാര്യങ്ങൾ ഇത് ചെയ്യുക, ഇന്നെക്കൊണ്ട് കഴിയണ ഞാനും ചെയ്യും. ഉമ്മ എനിക്കുമ്മ എന്താ ഉള്ളത്? എൻ്റെ ജീവിതം ഫുള്ളായിട്ട് ആകെപ്പാട്. മോളെ ശരിയാണ്, തെറ്റുകൾ പറ്റിപ്പോവും ആർക്കായാലും. പിന്നെ ഈ പശ്ചാത്തപിച്ച് മടങ്ങിയല്ലോ, അതാണ് പഠിച്ചോന് ആഗ്രഹിക്കുന്നത്. പഠിച്ചോന് അതാണ് ഇഷ്ടം. തെറ്റുകൾ ചെയ്യും, എന്നാൽ പിന്നെ പശ്ചാത്തപിച്ച് മടങ്ങി പഠിച്ചോനെ ഞാൻ തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ, ആ ഒരു വാക്കുണ്ടല്ലോ, പഠിച്ചോന് എന്ത് ഇഷ്ടാന്നോ. മോളെ നിൻ്റെ കണ്ണുനീര് ഒക്കെ പഠിച്ചോൻ സ്വീകരിച്ചിരിക്കണ്. എന്തായാലും നീ ഇപ്പം ഇങ്ങനെ പറയണ്ടല്ലോ ഒരു തെറ്റും ചെയ്യില്ല, എനിക്ക് മരണത്തെ ഞാൻ മുന്നിൽ കാണുന്നു എന്നൊക്കെ. അതൊക്കെ നല്ല മനസ്സായതിൻ്റെ ഉദാഹരണം കൂടിയാണ്. അപ്പോഴേക്കും അവിടുത്തെ ഉമ്മ വിളിച്ചു, അതെ മക്കള് വരി, ചായ കുടിക്കാം, വരി ഉമ്മ. ഷാമോനെ വരി, എല്ലാവരും ഇരിക്കി. എൻ്റെ പൊന്നാരമ്മ എന്തിനാ നിങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കിയതിപ്പോ? അല്ലേ ഇവിടെ വരുമ്പോൾ എന്നാലും നിങ്ങൾ വരുന്നുണ്ടല്ലോ, അതാണ് വലിയ സന്തോഷം. സാധാരണ മക്കളൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോയ പോലെ തിരിഞ്ഞു നോക്കൂല്ല. പാവം എൻ്റെ ഷാമോനൊക്കെ എന്നും ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. അതെ, ഫസീൽ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. അത് വലിയ റാഹത്ത് തന്നെ. ഞാൻ പറയും ചെയ്യും, ഓളും പോയെങ്കിൽ എന്താ, ഞമ്മക്ക് നല്ലൊരു കുടുംബം കിട്ടിയില്ലേ. എൻ്റെ ഫസീലാൻ്റെ ഉപ്പാനോടും മോനോടൊക്കെ ഞാനത് പറയും. പോയെങ്കിൽ എന്താ, നല്ല കുടുംബക്കാരെ പഠിച്ച നമുക്ക് ഹയറായ കുടുംബക്കാരെ കിട്ടി, അതന്നെയാണ് വലിയ ഭാഗ്യം എന്ന് പറയും. എന്തൊക്കെ തന്നെയായാലും മാഷാ അല്ലാ നിങ്ങൾ വരുന്നുണ്ടല്ലോ, അതന്നെ വലിയ. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊന്ന് കാട്ടി തന്നാൽ വല്ലാത്ത ഒരു ഉപകാരമായിരുന്നു. ആ ഉമ്മയും കരയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കരയില്ലുമ്മ, അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ ശരിയാക്കാം. നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു പോരായൊക്കെ ഉണ്ടാവൂലേ, കാരണം ഞങ്ങളെ വീടാകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനയക്കണ്. അതെ, മോനൊന്ന് പോയി നന്നായിട്ടൊക്കെ പെരക്ക് നന്നാക്കണം. പിന്നെ എൻ്റെ വലിയോന് പിന്നെ ഓനക്ക് കിട്ടണതായിട്ട് അങ്ങനെ ഓല് കഴിയും, ഓനവിടെ കഴിഞ്ഞോട്ടെ. എന്നാലും എനിക്കൊരു പഠിച്ച വേറൊരു മോനും കൂടി തന്നിക്കണല്ലോ എൻ്റെ കുഞ്ഞു, ഓൻ്റെ ഇതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോവാണ്. അന്നിപ്പോൾ ഷാമോ എന്തൊക്കെ കുറച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതും വല്ലാത്ത ഉപകാരമായി. ഏതായാലും അൽഹംദുലില്ലാ പട്ടിണില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. വീടൊക്കെ നമുക്ക് ആക്കം പോലെ ഉണ്ടാക്കുക, അതൊന്നും വിഷയമില്ല. എന്നാലും എൻ്റെ മോള് തിരിച്ചു വന്നതും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നതും എനിക്ക് വല്ലാതെ മനസ്സിക്ക് റാഹത്തേക്കണ്. ഞാൻ അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ എൻ്റെ മനസ്സിലുള്ള അതൊക്കെ ഇടങ്ങാറൊക്കെ പോയിക്കണ്. ഇനി റഹ്മാനെ നീ എന്താ വിചാരിക്കണം അതുപോലെ. റഹ്മാനെ ഇനി ഈമാൻ കിട്ടി മരിക്കാനാണ്, നിങ്ങളെന്തുവാ ചെയ്താൽ മതി എനിക്ക്. അല്ലാ ഉമ്മ ഉപ്പ നിങ്ങളൊക്കെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കേണ്ടി തന്നെയല്ലേ. അതെ, എന്തായാലും നിങ്ങൾ രണ്ട് പേരക്കുട്ടികൾ പഠിച്ചോ നിങ്ങൾക്ക് തന്നിക്കണ് അല്ലേ. പിന്നെ മരുമകന് അത് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്, എന്താ ഇപ്പം ചെയ്യുക. അതടി വല്ലാത്ത വേദന ഉണ്ട് എൻ്റെ മനസ്സിക്ക്. എൻ്റെ നവാസ് എനിക്ക് നഷ്ടപ്പെട്ടത് നല്ല മോനായിരുന്നു, എന്താ ചെയ്യുക. എൻ്റെ നവാസിനെ ഒരിക്കലും ഇപ്പോഴും ഞാൻ കുറ്റം പറയില്ല. എൻ്റെ മോള് വിവരക്കേട് കൊണ്ട് സാരമില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഞങ്ങളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാണ് വന്നത്. നിങ്ങൾ ചായ കുടിക്കി എന്തായാലും. അതെ, അത് എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ആ ഉമ്മാക്കൊക്കെ പ്രയാസം തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഇനിയും നവാസ് വേറെ എന്തെങ്കിലും പറയാനാണോ, ഇനിയൊരിക്കലും മക്കളെ തരൂല എന്ന് പറയാനാണോ എന്നൊക്കെ അവരുടെ ഒരു ചിന്തയിൽ വന്നുകൊണ്ടിരുന്നു. എന്തൊക്കെ തന്നെയായാലും വളരെയധികം സങ്കടത്തോടെ ഫസീൽ അവിടെ നിന്ന് കരയുകയായിരുന്നു. ഉമ്മയെ കണ്ട സന്തോഷവും സങ്കടവും ഉണ്ട്. മക്കളെ
മൂന്ന് പേരും അവളുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ണീരോടെ നിൽക്കുമ്പോൾ അവളുടെ മൂത്ത കുട്ടി ചോദിക്കാണ്, ഉമ്മച്ചി ഉമ്മച്ചി എന്തിനാ കരയുന്നത്? ഉമ്മച്ചി ഇനിയും ഞങ്ങളെ കൂടെ വരൂലല്ലോ? മോളെ ഉമ്മക്ക് വരാൻ പറ്റൂല മോളെ, ഉമ്മച്ചിക്ക് വരാൻ പറ്റൂല കേട്ടോ, അങ്ങനൊന്നും വരാൻ പാടില്ല. ഉമ്മച്ചി അത്ര വലിയ തെറ്റ് ചെയ്ത ആളാണ്, അതുകൊണ്ട് ഉമ്മച്ചിക്ക് വരാൻ പറ്റൂല മോളെ. ഉമ്മ ഉമ്മാൻ്റെ കുട്ടി ഉമ്മമാൻ്റെ അടുത്തേക്ക് നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ, ഉമ്മാനെ ഇടങ്ങാറാക്കരുത് കേട്ടോ. ഉമ്മമാനെ സഹായിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ സഹായിച്ചു കൊടുക്കാറുണ്ട്. അതെ, ഷാമോനാപ്പാപ്പ ഉണ്ടല്ലോ എല്ലാ പണിയും ഒറ്റയ്ക്ക് എടുക്കും, അപ്പം പിന്നെ ഞങ്ങൾക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ലാ പഠിച്ചോനെ, എൻ്റെ മക്കളോട് ഷാമോനാപ്പാപ്പ ഞങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവന്നിരുന്നോ. നല്ല രസമാണ്, ഞങ്ങൾ എപ്പോഴും കളിപ്പിക്കും ഷാമോനാപ്പാപ്പ. ഞങ്ങൾ ഒരിക്കലും കരയിക്കൂല, അത്രയ്ക്കും നല്ല അപ്പാപ്പയാണ്. മക്കളെ ആയിക്കോട്ടെ, ഏതായാലും എൻ്റെ കുട്ടികൾ പുത്തൻ വീട് തറവാട്ടത്തെ മക്കളായത് വലിയ ഭാഗ്യം തന്നെ. കാരണം അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പഠിച്ചോനെ. എന്തൊക്കെ തന്നെയാലും അവൾ കണ്ണീരോടെ അവരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഐഷും അവളുടെ അടുത്തേക്ക് വന്നു. മോളെ ഫസീല ഇവിടെ വന്നാ. എന്തോ ഉമ്മ? വാ ഞങ്ങളെ കൂടെ ചായ എടുക്കാതിരിക്കായ. ഉമ്മ ഞാൻ കുടിച്ചോളാം, ഉമ്മ കുടിക്ക്, എല്ലാവരും കുടിക്ക്. അല്ല മോളെയും വന്നിരിക്ക്, നമുക്കിതൊരു സന്തോഷ വാർത്ത പറയാനും കൂടി ഉണ്ട്. ഉമ്മ ഉപ്പ നിങ്ങളും വരി, എല്ലാവരും ഇരിക്കും ഇവിടെ. എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്നു. അങ്ങനെ അതാ ഷാമോനെ ഉമ്മ വിളിച്ചു, മോനെ ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി ഇവിടെ വരി. അതെ, എന്തോ കാര്യം ചർച്ച ചെയ്യാൻ നിൽക്കുന്ന പോലെ ഐഷമ്മ പറഞ്ഞു. ചായ കൊടുക്കുന്നതിനിടയിൽ നമുക്കൊരു സന്തോഷകരമായൊരു സംഗതിയാണ് ഇവിടെ നടത്താൻ നമ്മൾ പോകുന്നത്. അതിന് നിങ്ങളെ സമ്മതം കൂടിയും വേണം, പിന്നെ ഫസീലാൻ്റെ സമ്മതം വേണം. എന്തേ? ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. അതെ, മറ്റൊന്നുമല്ല, എൻ്റെ കുട്ടികളെ ഉമ്മച്ചയെ കണ്ട് ഫസീല വരണം. അത് കേട്ട് ഫസീല ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഹൃദയം വല്ലാതെ അങ്ങ് പിഴച്ചു, കൈകാലുകൾ അതെ തളരുന്ന പോലെ തോന്നി. ഉമ്മ. അതെ മോളെ. അല്ലാ, ഇത്രക്കും വലിയ തെറ്റ് ചെയ്ത ഞാൻ. മോളെ, ആ തെറ്റ് ചെയ്തതൊക്കെ നീ പടച്ച റബ്ബിൽ കരഞ്ഞു പറഞ്ഞപ്പോൾ അതൊക്കെ ഇല്ലാതായി മാറി. അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമല്ലേ, അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട. അപ്പം നമുക്ക് ഇൻഷാ അല്ലാ നവാസിൻ്റെ ഭാര്യയായിട്ട് ഈ വീണ്ടും ജീവിക്കണം. അത് മാത്രമല്ല മക്കളെയും എനിക്ക് നോക്കാലോ, മറ്റേത് അവിടെയും ഇവിടെയുള്ള ജീവിതം ശരിയല്ല. ഫസീല പൊട്ടിക്കരഞ്ഞു. അല്ലാ ഉമ്മ. അതെ, ഐഷമ്മയുടെ നെഞ്ചത്തേക്ക് അവൾ തല ചായച്ചു. ഉമ്മ എന്നോട് പൊറുക്കണം ഉമ്മ, ഞാൻ അതിന് യോഗ്യയല്ല ഒരിക്കലും. ഇനിയും ഞാൻ പുത്തൻ വീട്ടിലത്തെ മരുമകളാകാൻ യോഗ്യതയില്ല ഉമ്മ എനിക്ക്. അതെ, അത്രക്കും. മോളെ ആര് പറഞ്ഞു? നീ കേട്ടിട്ടില്ലേ 99 ആളെ കൊന്ന കഥ? അയ്യ, ഇടക്കിടക്ക് പറയാറുണ്ട്. 99 ആളെ കൊന്നു. 100ാമത്തെ ആളെ കൊല്ലുന്നതിന് മുമ്പായിട്ട് ഒരാളോട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നിക്കണം, എനിക്ക് തൗബ ഉണ്ടോ? അപ്പോൾ ഇയാൾ 99 ആളെ കൊന്ന എനിക്ക് തൗബ എന്താന്നില്ലേ? അത് പറഞ്ഞേക്ക് ദേഷ്യം കൊണ്ട് അയാളെയും കൊന്നു. 100ആയി. വഴിയിൽ വെച്ച് മരണപ്പെട്ടു. റഹ്മത്തിൻ്റെ മലക്കുകളും മറ്റേ മലക്കുകളും തമ്മിൽ പിടിയും വലിയാണ്. ഞങ്ങൾക്ക് ഇവരെ വേണം നരകത്തേക്ക്, മറ്റൊരു ഞങ്ങൾക്ക് ഇവിടെ വേണം സ്വർഗത്തേക്ക്. അപ്പോൾ ലാസ്റ്റ് അളന്ന് നോക്കിയപ്പോൾ എന്താ, അയാളുടെ മനസ്സുണ്ടല്ലോ, ഞാൻ നന്നാവട്ടെ പഠിച്ചോനേ എന്ന് കരുതിയ ആ ഒരു മനസ്സ് എവിടുന്ന് മുതലാണ് അദ്ദേഹം ചിന്തിച്ചത്, അതാണ്ട് അളന്ന് നോക്കിയപ്പോൾ അതാണ് കൂടുതൽ. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിലായി എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, നമ്മളൊരു കാലത്ത് തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കാലാകാലം ആ തെറ്റ് ചെയ്തത് ഇങ്ങനെ നമ്മൾ പേടിച്ച് നിൽക്കല്ല, പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുക. അവനുണ്ടല്ലോ എല്ലാം പുറത്ത് തരണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല. ചിലപ്പോൾ തോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനേ ഉണ്ടായത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ, എന്തുണ്ടെങ്കിലും നമ്മൾ പടച്ച റബ്ബിനോട് ചോദിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ. ഫസീല മോളെ, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ജീവിതം ഇനി തരും. അങ്ങനെ വിചാരിച്ചവൻ നീ പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്തോ. അവൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഉമ്മ പഠിച്ചോനെ, ഞാൻ എന്തേ കേൾക്കണത്? എനിക്കിത്. മോളെ കരയല്ലേ. എന്നാൽ ഷമ്മാസും അവിടെ 2 വാക്ക് സംസാരിച്ചു. ഫസീലത്താ, അതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, ഇനിയൊരിക്കലും റബ്ബെ അങ്ങനെ ഒരു തെറ്റിലേക്ക് തന്നെ വീഴ്ത്തരുത്, ഇനിയൊരിക്കലും ഇബ്ലീസിൻ്റെ ഗണയിൽ പെടുത്തരുത് എന്ന് നമ്മൾ ദുആ ചെയ്യുക. പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. പിന്നെ പഴയതൊക്കെ മറക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാകുക.
പിന്നെ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴും അത് തന്നെയല്ലേ നല്ലത്. മക്കള് ഏറ്റവും നല്ലത് ഉമ്മച്ചിയുടെ അരികിൽ ഉപ്പച്ചിയുടെ അരികിൽ നിൽക്കുന്നതല്ലേ. ഒരു നിമിഷം ഫസീല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഷാമോനെ എന്നോട് പൊറുക്കണം കേട്ടോ, എനിക്ക് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, സാറിലൊക്കെ കഴിഞ്ഞു പോയി, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. മോനെ ഷാമോനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് മോനെ പ്ലീസ്. എൻ്റെ പൊന്നാരിത്ത, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. അത് മാത്രമല്ല, പിന്നെ ഇൻഷാ അല്ലാ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് ഉമ്മ തന്നെ പറഞ്ഞു, മക്കളെ നിങ്ങളൊന്നുണ്ട് ഉംറക്ക് പോയി വരി. ഇജും നവാസും മക്കളും കൂടെ ഒന്ന് ഉംറക്ക് പോയി വരി. എന്നാൽ തന്നെ നിങ്ങളെ മനസ്സിലത്തെ വേദനയും വിഷമവും പ്രയാസമൊക്കെ നിങ്ങൾ പോയിക്കോളും. എന്തേ, അതല്ല നല്ലത്. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ആ ചെവികളെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ കേൾക്കുന്നത് സത്യമാണോ റബ്ബേ? അവൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചു. പഠിച്ചോനെ അല്ലാ, ഞാൻ കേൾക്കുന്നത് സത്യമാണോ റബ്ബേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ലല്ലോ റഹ്മാനെ. ഫസീലക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരികയാണ്. അതെ, എന്നെ നവാസ്ക്ക് തിരിച്ചെടുക്കേ പഠിച്ചോനെ. ഞാൻ ഒരിക്കലും പോലും വിചാരിച്ചതല്ലല്ലോ റബ്ബേ. ഞാൻ മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എനിക്കൊരിക്കലും എൻ്റെ കുട്ടികളെ കിട്ടൂല, എനിക്ക് ഇനിയൊരു ജീവിതമില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് റബ്ബേ, അവൾ പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്യുകയാണ്. റബ്ബേ, ഞാൻ എന്തൊക്കെ തന്നെ ചെയ്താലും ഇതൊന്നും മതിയാവില്ല അല്ലാ, നീ കാരുണ്യവാൻ തന്നെയാണ്. എന്നാൽ ആയിഷുമ്മയും ഷമ്മാസുമൊക്കെ ചായ കുടിച്ച് എണീറ്റു. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഉപ്പ നിങ്ങളോടൊക്കെ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ നവാസ് നിങ്ങളെ മോളെ തിരിച്ചെടുക്കുകയാണ് എന്ന്. അതെ, ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. പഠിച്ചോനെ, അത് എൻ്റെ മോനെ കുഞ്ഞൊരുപാട് ആഗ്രഹിച്ചതാണ്. ഇൻഷാ അല്ലാ ഓനിപ്പം ഇങ്ങോട്ട് എത്തും പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും അതാ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. അല്ലാ, മോനെത്തിയോ? ഷാമോൻക അസ്സലാമു അലൈക്കും. ഉമ്മ എന്തൊക്കെ ഉമ്മ ഇരിക്കി. അല്ലാ മക്കളെ, ആരിത്? പച്ചോനെ, മാമൻ്റെ മക്കളെവിടെ? 3 പേരെയും അവൻ ചേർത്ത് പിടിച്ചു. അവൻ മക്കൾക്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഷമ്മാസ് വിളിച്ചതായിരുന്നു അവനെ കുറച്ചു മുമ്പ്. കുഞ്ഞു, നീ ഒന്നിങ്ങ് വന്നേ. എങ്ങോട്ട്? അതെ, വീട്ടിലേക്ക് ഒന്ന് വരണം. എന്തേക്കാ? ഒന്നും ഉണ്ടായിട്ടില്ലടാ, ഒന്ന് കാണാൻ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ, വേഗം വാട്ടോ. അപ്പോൾ തന്നെ അവൻ തിരിച്ച് വന്നതാണ്. അല്ല ഷാമോൻക, എന്തിപ്പോ ഈ ഒരു സമയത്ത്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ നമുക്ക് നമ്മുടെ കുടുംബബന്ധമൊക്കെ ഒന്ന് ഷെയറാക്കണ്ടേ? അല്ലാ പഠിച്ചോനെ, ഷാമോൻക ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ എൻ്റെ നവാസ്കാക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എൻ്റെ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ പറ്റിപ്പോയില്ലേ, അതുകൊണ്ട്. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. എന്നാ എൻ്റെ പൊന്നളിയാ, നമ്മൾ വീണ്ടും അളിയൻസ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആകാൻ പോവാണ് കേട്ടോ. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. എന്താണ് പറയുന്നത് എന്നറിയാതെ. ഷാമോൻക, നിങ്ങൾ പറഞ്ഞത് എനിക്ക് അത് മോനെ ഒന്നുമല്ലടാ. അതെ, നിൻ്റെ പെങ്ങൾ ഫസീലത്തെ എൻ്റെ നവാസ്ക തിരിച്ചെടുക്കുകയാണ്. അല്ലാ, മാഷാ അല്ലാ, സത്യമായിട്ടും അമ്മാസ്ക, ഞാൻ എന്തേ കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. അവന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഷാമോൻക, നിങ്ങൾ പറയുന്നത് യഥാർത്ഥമാണോ? എൻ്റെ മക്കളെ ഞങ്ങൾക്ക് സ്വന്തമായി ഇനിയും കിട്ടുമോ? അതേടാ, നീ കരയല്ലേ. പിന്നെ നീ ഒന്ന് വാട്ടോ വീട്ടിലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് എത്തിത്തുടങ്ങി. അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഷാമോൻ പറഞ്ഞ ആ ഒരു വാക്ക് അത് കേട്ട് ശരിക്കും അവൻ കുഞ്ഞു നെട്ടിപ്പോവുകയാണ് ചെയ്തത്. സന്തോഷം കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അപ്പോൾ തന്നെ അതാ ഷോപ്പിൽ നിന്നിറങ്ങി. അതെ, ഞാനിപ്പോൾ വരാട്ടോ. എന്താ കുഞ്ഞു ഇത്ര ധൃതിയിൽ? ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ആണോ? എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ. എന്താ, പെങ്ങളെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? സ്റ്റാഫിൽ നിന്ന് ഒരാൾ ചോദിച്ചു. അങ്ങനെയൊന്നല്ല, എന്താ പോയി നോക്കട്ടെ. അങ്ങനെ അതാ
അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കണ്ട കാഴ്ച ശരിയാണ്. ഷമ്മാസും മക്കളും ഉമ്മയും ഒക്കെ അവിടെയുള്ള ആ ഒരു മനോഹരമായ കാഴ്ച അതവൻ്റെ കണ്ണുകൾ നിറയിച്ചു. അല്ലാ പഠിച്ചോ, നിങ്ങളൊക്കെ വന്നിടങ്ങട്ട് എന്തായാലും സന്തോഷമായിട്ടോ മക്കളെ. എവിടെ മാമൻ്റെ മക്കള്? അവർ 3 പേരെയും ചേർത്ത് പിടിച്ച് അവർക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്തു. ഷാമോനെ, ഏതായാലും കുഞ്ഞു വലിയ സ്നേഹമുള്ള കുട്ടിയാണ്. എൻ്റെ കുട്ടി പെരുന്നാൾക്ക് വരെ എൻ്റെ അടുത്തേക്കൊന്ന് വരുവടാ. അതെൻ്റെ നവാസും ഇല്ല, എൻ്റെ ഫസീലില്ല, എന്നാലും എൻ്റെ കുട്ടി എൻ്റെ അടുത്തേക്ക് വരുവേനു പെരുന്നാൾക്ക്. എനിക്ക് കാണുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേടായിരുന്നു എൻ്റെ കുട്ടീൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അതെന്നാലും വന്ന് പോവും. അത്രക്കൊരു സ്നേഹനിധിയായ മോനാണ് മോനെ കുഞ്ഞോ. ആ ഉമ്മ, മോനക്ക് സുഖല്ലേ? അത് ഉമ്മ. അല്ല, മുതലാളി സാലറി ഒക്കെ കൂട്ടിത്തരില്ലേ? ഷാമോനേജ് സാലറി കൂട്ടി കൊടുക്കില്ല എൻ്റെ കുട്ടിക്ക്? മോനെ കുറക്കരുത് എട്ടജ്. ഉമ്മ, ഷോപ്പിൽ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും ഫുൾ സാലറി ഓനാണ് കൊടുക്കുന്നത്. ഉമ്മ, സാലറി ഒക്കെ ഉണ്ട് മാഷാ അല്ലാ, എന്നാലും കുട്ടി എത്ര ഉണ്ടാവും? അതുമ്മ, അത് ഗൾഫിലൊക്കെ അല്ലുട്ടിയെ, ഗൾഫിലിപ്പോൾ കുറഞ്ഞൊരു ശമ്പളം എന്ന് വെച്ചാൽ 30-35 ഉറുപ്പ്യാണ്. 28-30 അങ്ങനെ തുടങ്ങും. അപ്പോൾ അവിടെ പോയാലും ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു ഗൾഫത്തെ ഒരു കുറഞ്ഞ സാലറി എങ്കിലും കിട്ടണം. ഒരു എത്രയുണ്ട് ഷാമോന് കൊടുക്കല്? ഉമ്മ, അത് ഞാനൊരു കാരണം മറ്റുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഒരേ ഒരു രീതിയിൽ കൊടുക്കും എന്നേക്കാൾ ഇവന് കുറച്ച് കൂടുതലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴൊക്കെ എന്തായാലും ഓന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി. എൻ്റെ പൊന്നുമോന് പറയാൻ മടിയാലേ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ എൻ്റെ വകമായിട്ട് കുറച്ച് എൻ്റെ കുട്ടിക്ക് ഞാൻ ഇനി മാസത്തിൽ കൊടുക്കും. ഉമ്മ, അതൊന്നും വേണ്ടിട്ടോ. ആ അതന്നെ, നിങ്ങളെ കാര്യങ്ങൾ എനിക്ക് ഗൾഫൊക്കെ പോകാതെ പോലെ നല്ല മട്ടത്തിൽ നോക്കണം. പിന്നെ കുഞ്ഞോ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട്. എന്തോ ഉമ്മ? അല്ലേ ഷാമോനെ, ഇതൊന്ന് കൊണ്ടുപോയി കാട്ടി കൊടുത്താ ഓൽക്ക്. ഉമ്മ, അത് സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിരിക്കണം, അവൻ അറിഞ്ഞിട്ടില്ല. ആണോ? അത് ശരി. എന്തോ ഉമ്മ? അല്ല ഒന്നുമില്ല, അത് നമുക്ക് പിന്നെ പറയാം. എന്തോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവനക്ക് മനസ്സിലായി. ആ പിന്നെ കുഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് ഫസീലത്തെ തിരിച്ചെടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടെ അത് നല്ലൊരു ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അത് അറിഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ നല്ല സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് കരച്ചിൽ വരികയാണ് അത്രക്കും. എന്നാൽ ഈ സമയം നേരെയതാ കുഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ അരികിലേക്ക് പോകുന്നു, ഫസീലത്തയുടെ അരികിലേക്ക്. ഇത്താ, മോനെ കുഞ്ഞു, മോനെപ്പോഴെത്തിയത്? ഞാനിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ മോനെ. ഇത്താക്ക് സമ്മതാണോ? അതും കൂടി അറിയണം. കാരണം ഒരുപാട് സിറ്റുവേഷനിലൂടെ നടന്ന് വന്നതാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് ഒരുപാട് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഒക്കെ കഴിഞ്ഞു വന്നു. ശരിയാണ്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞാൽ അതെല്ലാം പൊരുത്തപ്പെടും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാണ്ട്. അത് നവാസ്കയുടെ കൂടെ ഇനിയും ജീവിക്കാൻ തയ്യാറാണോ? ആ ഒരു ഉത്തരം കൂടി അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊപ്പമാണ്. ഞാനൊക്കെ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ എൻ്റെ ഇത്തയുടെ കാര്യം ഒന്ന് നീ ശരിയാക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട്. എന്നാലും അൽഹംദുലില്ലാ അവർക്ക് തന്നെ തിരിച്ചെടുക്കാൻ തോന്നിയല്ലോ. പെങ്ങളുടെ റൂമിലെത്തി നല്ല സംസാരമാണ്. അപ്പോഴേക്കും അതോ ഉമ്മ അങ്ങോട്ട് വന്നു. മോനെ, ആങ്ങളി പെങ്ങളും അങ്ങനെ വർത്താനം പറഞ്ഞൂടി. ഏതായാലും എൻ്റെ നവാസ് എൻ്റെ പെങ്ങളെ തിരിച്ചെടുക്കാൻ കരുതിയിക്കണ്. ഓളടുത്തുനിന്ന് വന്നു പോയ എല്ലാ ദോഷങ്ങളും പഠിച്ചോ പുറത്തു കൊടുക്കട്ടെ. ഇനിയൊരു നല്ലൊരു ജീവിതം ആ 2 മക്കളെയും കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടാകട്ടെ. കാരണം കുറേ തെറ്റിപ്പറ്റി നിന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം. ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതം നല്ല മട്ടത്തിൽ നമ്മൾ ജീവിക്കണം. കുറ്റമൊന്നും വരാതെ, വല്ലാതെ തെറ്റുകളിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ കാരുണ്യം നമ്മുടെ അടുത്തേക്ക് ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ നവാസ് വരും കേട്ടോ. ഇൻഷാ അല്ലാ കാര്യങ്ങളൊക്കെ എങ്ങനെ നിയമപരമായൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മോൾക്ക് ഒരു നല്ല ജീവിതം തന്നെ കൊടുക്കണം.
ആ ഉമ്മയും ഉപ്പയും എല്ലാം അത് കേട്ടു. അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. ഐഷുമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അവർ കരഞ്ഞു. ഞങ്ങൾ കുട്ടി ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി, അതൊക്കെ പുറത്ത് തരണം കേട്ടോ, ഒക്കെ മാപ്പാക്കണം. ഒന്നും നിങ്ങൾ വിചാരിക്കല്ലേ, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വിചാരിക്കണം. അവളിപ്പോൾ നല്ല പവിത്രമായ പെണ്ണാണ്. ആ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കാറുണ്ട് ഓളെപ്പോഴും. ആ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടാൽ ആരും നന്നാവും. അങ്ങനത്തെ രീതിയിലുള്ള ക്ലാസ്സാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇനിയും നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യട്ടെ. എന്നാൽ പോട്ടെട്ടോ മക്കളെ. മോളെ ഫസീല, ഞങ്ങൾ പോയിട്ട് വരട്ടോ. ഐഷും അതാ ഫസീലയെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറുകയിൽ ഒരു ചുംബനം അർപ്പിക്കുന്നു. മോളെ, ഉമ്മാൻ്റെ കുട്ടി ഇനി ഒന്നിലും പെട്ടുപോവല്ലിട്ടോ. പടച്ച റബ്ബിനെ ആലോചിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നൽകും കേട്ടോ. എൻ്റെ മക്കൾക്കും ഒരു ഉമ്മയായല്ലോ. അതെ ഉമ്മ, ഇനി ഞാൻ ഒന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലമ്മ. എൻ്റെ ഉമ്മക്ക് എന്ത് സഹായമൊക്കെ ഞാൻ ചെയ്തിട്ട്. മോളെ, എനിക്കൊന്നും വേണ്ട മോളെ, നിങ്ങൾ നല്ല മട്ടത്തിന് ജീവിച്ചാൽ മതി, അതെനിക്ക് സന്തോഷമുള്ളൂ. ഉമ്മ പുറത്ത് തരണം കേട്ടോ. പഠിച്ചോനെ, ഉമ്മ നവാസ്ക്ക് എന്നെ സ്വീകരിക്കുന്നു പറഞ്ഞത് ഉമ്മാൻ്റെ പണിയാണത്. പൊന്നു മോളെ, അതൊക്കെ ശരിയാക്കണേ. ഒക്കെ ഉസ്താദിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം റാഹത്തായിട്ട് നല്ല രീതിയിൽ നവാസ് അയക്കണം. നവാസിൻ്റെ ചിന്ത പിന്നടി മറ്റോള് പോയും ചെയ്തില്ലേ, അതാണ് വല്ലാതെ ഇടങ്ങാറായത്. മറ്റോള് ഇറങ്ങിപ്പോയില്ലേ സൗദ, ഓള് വരുമ്പോൾ വരട്ടേന്നും വിചാരിച്ചു. ഉമ്മ, അത് നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്തായാലും നിൻ്റെ ഭർത്താവ് അതെ എൻ്റെ നവാസ് തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാ നമുക്ക് അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ അയക്കണ്ട് കിടക്കാം കേട്ടോ. ഏതായാലും എൻ്റെ നവാസിൻ്റെ അടുത്ത് നിങ്ങൾ പോട്ടെ, കാര്യങ്ങളൊക്കെ പറയട്ടെ. ഉമ്മ, അതെ, അത് ഫസീലക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീർ നിൽക്കുന്നില്ലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഒരു വാർത്ത ഫസീല കേട്ടത്. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. മതി വരുവോളം. അല്ലാ, അൽഹംദുലില്ലാ, നീ എത്ര കാരുണ്യവാനാണ് അല്ലാ. അതെ, ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് എൻ്റെ അല്ലാഹുവേ. റഹ്മാനെ, സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, ആമീൻ. ഉമ്മയും ഷമ്മാസും മക്കളും യാത്ര പറയുകയാണ്. മക്കളെ, എന്നാൽ പോവട്ടോ. ഫസീല അവർ പോകുന്നതോർത്ത് വിതുമ്പി കരഞ്ഞു. മോളെ, നീ കരയണ്ട, ഉമ്മാൻ്റെ കുട്ടി ഏതായാലൊക്കെ റാഹത്തായില്ലേ. ഫസീലയുടെ ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു. അവരെല്ലാവരും കാറിൽ കയറി ഒരിക്കൽ കൂടി ഫസീലത്തെ അതെ മക്കൾ കാണാൻ വീണ്ടും ഇറങ്ങി. ഉമ്മച്ചി ഒന്നുകൂടി കണ്ടിട്ട് വരാം. ഉമ്മച്ചി, ഞങ്ങൾ പോട്ടേട്ടോ. ഉമ്മച്ചി, അതെ കുഞ്ഞാവക്ക് ഒരു പോകാൻ മടിയുള്ള പോലെ. ഉമ്മ, മക്കൾ ഇവിടെ നിന്നോട്ടെ, ഫസീല വേദനയോട് ചോദിച്ചു. എന്നാൽ അത് കേട്ട് ഐഷുമ പറഞ്ഞു, പൊന്നു മോളെ, നവാസ് അവിടെ ഇടങ്ങാറായി നിൽക്കണേ. ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ അല്ല, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ഇതിൻ്റെ കാര്യം തിരക്കൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് ഇൻഷാ അല്ലാ ഒന്നുകൊണ്ടും മോള് വിഷമിക്കണ്ട കേട്ടോ. സന്തോഷത്തോടെ ഞങ്ങളുടെ പെറ്റുമ്മയുടെ അരികിൽ നിന്ന് അതാ നവാസിൻ്റെ മക്കൾ ഇറങ്ങുമ്പോൾ അവർ വിതുമ്പുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി അവരുടെ ഉമ്മച്ചി അവർ തിരിഞ്ഞു നോക്കി. അത് കണ്ട ഐഷുമ്മ പറഞ്ഞു, റഹ്മാനെ, ഉമ്മയും മക്കളുള്ള സ്നേഹം അത് ആരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ കൊടുത്താൽ ഒരിക്കലും ഉണ്ടാവില്ല. അത് പടച്ച റബ്ബ് അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നത് തന്നെയാണ്. അല്ലാഹുവേ, ഇനിയെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകു റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.